ഈ ഒരു വീഡിയോ ഞാൻ എടുക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വീഡിയോ ആയിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ കൂടിയായിരുന്നു. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചട്ടി ബുക്കിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് ഗൈസ് ഇത്. ഇതാണ് നമ്മുടെ വേൾഡിൻ്റെ ഫൈനൽ എപ്പിസോഡ്. നമുക്ക് ഈ വേൾഡിൽ ഉണ്ടാക്കിയ ബിൽഡും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു നെതർ പോർട്ടലാണ്. ഇത് ഞങ്ങൾ ഫുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, ഈ ട്യൂട്ടോറിയലൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. അത് ഞങ്ങൾ ഇതിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായി. ഇത് ഞാൻ ഉണ്ടാക്കിയതിൽ, ഞാനും റെജിമോൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് ബിൽഡാണ് ഈ വേൾഡിലെ. പിന്നെ ഉള്ളതാണ് ഈ സ്റ്റോറേജ്. പക്ഷേ ഞങ്ങൾ കുറേയൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്താണ് ഗൈസ്. കുറച്ച് ഇൻസ്പിറേഷൻ എടുത്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ബിൽഡ്, പ്യുവർലി സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന ഒരു ബിൽഡാണ് ഗൈസ്. അതാണ് ഈ സ്റ്റോറേജ് ഏരിയ. സ്റ്റോറേജ് അല്ല, ഈ ഒരു മൈനിങ് ഏരിയ. ഇത് ഞാൻ കംപ്ലീറ്റ്ലി സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ് ഗൈസ്. ഇത് നമുക്ക് ഇതൊരു കേവ് പോലത്തെ സെറ്റപ്പ് വഴി ഇങ്ങനെ എത്തും. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി കഴിഞ്ഞ് പോണത് നമ്മുടെ മൈനിങ് ഏരിയയിലോട്ടാണ്. പിന്നെ നമ്മൾ മൈനിങ്ങിന് വരാൻ നേരത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പം നൈറ്റ് ആണോ മോർണിംഗ് ആണോ. അപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കിടന്നായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ നോക്കാൻ വേണ്ടി ഒരു ചെറിയ റൂം പോലെ നമ്മുടെ റെജിമോൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് റെജിമോൻ്റെ ഐഡിയ ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫുള്ള് ഡീപ് സ്ലേറ്റിൻ്റെ സ്റ്റേഴ്സ് ആണ് ഗൈസ്. ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ മൈനിങ്ങിൻ്റെ മെയിൻ റൂം വന്നത്. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടെ പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. സാധനങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഈ വേറെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മൈനിങ് റൂമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തില്ല. റെജിമോൻ്റെ കലാവിരുന്നാണ്. ഇത് ഞങ്ങൾ ടഫ് കളക്ട് ചെയ്യാൻ വന്നതാണ്. ഈ ഏരിയ മൊത്തം ടഫായിരുന്നു. ഞങ്ങൾ കളക്ട് ചെയ്യാൻ വന്ന ഞങ്ങളുടെ ബേസിനെ പണിക്കായിട്ട്. പിന്നെ നമ്മൾ ഈ മെയിൻ ഐലൻഡിൽ നിന്ന് നമ്മൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്ത് എത്തിയിട്ട് കാണിച്ചുതരാം. സോ ഇതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ വേൾഡിലെ ഫസ്റ്റ് ബേസിന്റെ ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെവല് മാത്രം. അവിടെയാണ് ഞങ്ങളുടെ ബേസ് പണിയാൻ പ്ലാൻ ചെയ്ത് വെച്ചത്. പക്ഷെ ഇത്രയും വലിയൊരു ബേസ് അവിടെ താങ്ങില്ല. ഒന്നല്ലെങ്കിൽ ഞങ്ങൾ ആ പോർട്ടൽ പൊളിച്ച് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ആ മല നമ്മൾ കുറെ കൂടി ടെറാഫോം ചെയ്യേണ്ടി വരും. ആ ഒരു പ്ലാനിൽ ഞങ്ങൾ ഇവിടെയാണ് പണിതത്. ഇതിൽ ഞങ്ങൾ പണി ഇവിടം വരെ എത്തിച്ച്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ ഒരു മല ഫുള്ള് ഞങ്ങളായിട്ട് ടെറാഫോം ചെയ്താണ് ഗൈസ്. കാര്യം ഇത് ഈ ഫ്രണ്ട് ഭാഗം വരെ ഉണ്ടായിരുന്നൊരു മലയാണ്. ഇത് കാണിച്ചുതരാം. ഇവിടം വരെ ആയിട്ട് ഉണ്ടായിരുന്ന വലിയൊരു മലയായിരുന്നു. ഞങ്ങളത് ഇത്രയും ടെറാഫോം ചെയ്തെടുത്ത് പിന്നെ ഞങ്ങൾ ഈ സംഭവം എടുത്ത്. നിങ്ങളതിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി, പക്ഷെ അത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം വരെ എത്തിയിട്ടില്ല ഈ വീട്. പിന്നെ ഇതുവഴി ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു മിനിറ്റ് ഹങ്കർ കുറഞ്ഞു പറഞ്ഞില്ല. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് സ്നോ ഫോക്സിനെ കിട്ടിയിട്ടുണ്ടായി. ഇത് നമ്മുടെ റെജിമോൻ പിടിച്ചിട്ടേക്കാണ്, ഞാൻ പിടിച്ചിട്ടല്ല. ഞാനും ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. വീഡിയോയിൽ ഇത് കാണിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും. സോ അതൊരു സംഭവമാണ്. ഇവിടെ പിന്നെ പാത്ത് ബ്ലോക്കിലൊക്കെ ഗ്രാസ് സ്പോൺ ആയിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. സോ ഇത് നമ്മുടെ അയൺ ഫാം ആണ്. ഇത് വർക്കിംഗ് ആണോന്ന് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഐഡിയ ഇല്ല. കാര്യം ഇടയ്ക്ക് ഞാനായിട്ട് എസ്കി നിൽക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ബെഡ് വെച്ചിട്ടേ ഫാം ജസ്റ്റ് ഒന്ന് വർക്കാൻ വേണ്ടായിരുന്നു. അത് റെജിമോൻ പിന്നെ ഫിക്സ് ആക്കിയെന്നാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അയ്യൺ 6 ഉണ്ട്, 9 ഉണ്ട്. പിന്നെ എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഇതാണ് നമ്മുടെ അയൺ ഫാം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ റെജിമോൻ്റെ ഒരു ബിൽഡാണ്. റെജിമോനാണ് ഇത് തല പുകഞ്ഞ് പണിയെടുത്ത് കഷ്ടപ്പെട്ടത്. ഇതിൻ്റെ റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്തത് അവൻ തന്നെയാണ്. എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു AFK എന്നോ എന്താണ്ടൊക്കെ പറയാൻ പറ്റുമെന്ന് തോന്നണേ. നമ്മുടെ റെജിമോൻ ഉണ്ടാക്കി വെച്ചാണ്. ഞാനിവിടെ മരം മുറിക്കാൻ വേണ്ടി ഇവിടെ കുറെ നട്ട് വെച്ചിട്ടുണ്ട്. അത് കുറേയൊക്കെ മുറിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ബേസിന്റെ ഫൗണ്ടേഷൻ ചെയ്തേക്കണത് ഗൈസ്. സോ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കാണിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ്. ഇതെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ ഫസ്റ്റ് മൈൻ ചെയ്ത വുഡ്, ഫസ്റ്റ് ഉണ്ടാക്കിയ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഫസ്റ്റ് ഉണ്ടാക്കിയ ഈ സംഭവത്തിൻ്റെ പേരെന്തായിരുന്നു, ഫർണസ്. ഇത് മൂന്നും ഞങ്ങൾ ഈ വീട്ടിൽ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അത് സുധിയണ്ണൻ്റെ ഇൻസ്പിറേഷനിലാണ് ഞങ്ങൾ ഈ ഒരു വുഡ് വെച്ചത്. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു വകയിൽ വെച്ചതാണ്. പിന്നെ ഞങ്ങൾക്ക് കാണിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ റെജിമോൻ്റെ ഒരു ബിൽഡാണ് ഗൈസ്. കാണിച്ചതാ വേണ്ട. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കിയതാണ്. ഇത് ഞങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കിയ വുഡ്, ഫസ്റ്റ് ഉണ്ടാക്കിയ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഫസ്റ്റ് ഉണ്ടാക്കിയ ഈ സംഭവം. പേരെന്തായിരുന്നു, ഫർണസ്. ഇത് മൂന്നും ഞങ്ങൾ ഈ വീട്ടിൽ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അത് സുധിയണ്ണൻ്റെ ഇൻസ്പിറേഷനിലാണ് ഞങ്ങൾ ഈ ഒരു വുഡ് വെച്ചത്. പിന്നെ ഞങ്ങൾക്ക് കാണിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ റെജിമോൻ്റെ ഒരു ബിൽഡാണ് ഗൈസ്. കാണിച്ചതാ. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട്
ഇവിടെ ഒരു വില്ലേജറിനെ ഇട്ടിട്ടുണ്ട്. ഈ വില്ലേജർ എന്തോ മെൻഡിങ് എന്താണ്ടൊക്കെ തരും എന്നാണ് റെജിമോൻ പറഞ്ഞത്. കണ്ട മെൻഡിങ് ബുക്ക് ഈ വില്ലേജർ കൊടുക്കുന്നുണ്ട് guys. അതുകൊണ്ട് റെജിമോൻ പിടിച്ചിട്ടേക്കനാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഏരിയ മൊത്തം ഡെക്കറേറ്റ് ചെയ്തത് നമ്മുടെ റെജിമോനാണ്. ഇവിടെ കണ്ടില്ലേ ഒരു ഫിഷ് ടാങ്ക് കെട്ടിട്ടുണ്ട്. പക്ഷെ ആ മീൻ ആ മൂലക്ക് ഇന്ന് ഗ്ലിച്ച് അടിച്ചോണ്ടിരിക്കുന്നതാണ്. അതെന്താ സംഭവം എനിക്കറിയാൻ പാടില്ല. കുറെ ഞാൻ ലാസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെയായിരുന്നെന്നാണ് എൻ്റെ ഒരു നിഗമനം guys. എന്തായാലും നമുക്കിനി മണ്ടയ്ക്കോട്ട് കയറാം. അപ്പോൾ ഈ ഒരു സീസൺ നിർത്താനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന് നമ്മുടെ റെജിമോൻ്റെ ഡേവിഡ് പുത്രനും, 2 ഈ സർവർ അത്തർനോസിൻ്റെ കുറച്ച് ഇഷ്യൂസുമാണ്. അപ്പോൾ ഞാനും റെജിമോനും തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേവിഡ് പുത്രനെ ഈ സ്റ്റോറേജിൻ്റെ ഉള്ളിലാണ് റെജിമോൻ ഇട്ടത്. എനിക്കത് ഇടയിൽ ഒരു താല്പര്യം ഉണ്ടായില്ല. വലിയ സ്റ്റോറേജാണ്, കുതിരയുടെ സ്ഥലമല്ല. അപ്പം ഞാൻ വല്ല കെട്ടിയിടാൻ വല്ലതും പറയുമ്പോൾ അവൻ പറയും അതിനിങ്ങനെ ഫ്രീ ആയിട്ട് നടത്തട്ടെ, അങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതാണ് എന്നൊക്കെ പറഞ്ഞു വന്ന്. അങ്ങനെ ഞാനിത് പൊട്ടിച്ച് കളയും, അവനത് പിന്നെയും വെക്കും. അങ്ങനെ ആയിരുന്നു ഗൈസ് കുറച്ച് നാൾ. ലാസ്റ്റ് ഒരു ദിവസം ഞങ്ങൾ ബേസിൻ്റെ വീഡിയോ എടുക്കണമായിരുന്നു, ബേസ് ബിൽഡ് ചെയ്യണം. ആ സമയത്ത് ഞാൻ സ്റ്റോറേജിലേക്ക് വന്ന സമയത്ത് ഈ ഫെൻസ് ഗേറ്റൊക്കെ വെച്ചിട്ട് ഇത് അലമ്പാക്കിയിട്ടായിരുന്നു. ഞാനിത് കണ്ടത് ഈ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് നേരെ ചെന്ന് ഡേവിഡ് പുത്രൻ്റെ അങ്ങനെ ചെറുതായിട്ട് തട്ടി. ഈ ഒരു സംഭവത്തിന് ശേഷം റെജിമോൻ എന്നെ വന്ന് കൊന്ന്. ഞാനപ്പോൾ ഗെയിമിൽ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെജിമോൻ വിളിച്ചിട്ട് പറഞ്ഞ് ഡേവിഡ് പുത്രനെ പോലെ തന്നെ സെയിം കളറും നല്ല സ്പീഡും അതൊക്കെ ഉള്ള ഒരു കുതിരനെ കൊണ്ടുവന്ന് എന്നാലേ ഇനി വീഡിയോ എടുക്കാൻ വരുള്ളൂ. അങ്ങനെ ആ സമയത്ത് പറ്റൂലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ഗൈസ്. കാര്യം ഞാൻ കുതിരയെ തപ്പി ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി ചടങ്ങാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ റെജിമോൻ തിരിച്ച് വരാമെന്ന് പറയണ്ടായിരുന്നു. പക്ഷേ റെജിമോൻ ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായി. അതെല്ലാം ലാവയിൽ വീണ് റെജിമോൻ ചത്തപ്പോൾ പോയിട്ടുണ്ടായി. അതിനുശേഷം പിന്നെ റെജിമോൻ്റെ കളിക്കാനുള്ള ഒരു മൂഡ് എന്നാണ് എന്നോട് പറഞ്ഞത് ഗൈസ്. പിന്നെ അത്തർനോസിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എനിക്ക് കുറച്ച് നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. പിന്നെ സർവറിൻ്റെ ആയിട്ടുള്ള കുറേ ഇഷ്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പം വലിയ ബിൽഡൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ ബ്ലോക്കൊക്കെ നിരത്തി വെക്കുമ്പോൾ അതിൽ പകുതി ബ്ലോക്കും വരില്ല ഗൈസ് അവിടെ. അത് സർവറിൻ്റെ ലാഗാണ്. അതെനിക്ക് റെജിമോന് കോമൺ ആയിട്ട് തന്നെയാണ്. പിന്നെ വന്നതെന്ന് പറയുമ്പോൾ എൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നത്. കാര്യം എനിക്ക് മിക്കപ്പോഴും സർവറിൽ കയറാൻ പറ്റില്ല. ഞങ്ങൾ പ്ലാനും കാര്യങ്ങളെല്ലാം ചെയ്ത് വീഡിയോ എടുക്കാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് അൺഎബിൾ ടു കണക്ട് എന്നൊക്കെ പറയും. ചില ദിവസങ്ങളിൽ ഞങ്ങൾ VPN ഇട്ടിട്ടാണ് ഇവിടെ കയറി കളിച്ചത്. അങ്ങനത്തെ ഒരു കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഈ സീരീസ് നിർത്താൻ പ്ലാൻ ഇട്ടത്. പക്ഷെ അപ്പോഴും ഒഫീഷ്യലായിട്ട് നിർത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായില്ല. പക്ഷേ ഇതാണ് ഈ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡ് ഗൈസ്.